സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് എക്സൈസ് ഓഫീസിലാണ്. എന്തിനാണ് എക്സൈസ് ഓഫീസിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മുടെ രേണു സുധിയുടെ അപരാധം കാരണമാണ് ഇവിടെ വരെ വരേണ്ട ഒരു സാഹചര്യം വന്നത്. ബാക്കിലിരിക്കുന്ന ആൾക്കാരെ അറിയാല്ല, യവ ഒറ്റ ഒരുത്തനാണ് ഇന്നലത്തെ ലൈവ് പുറത്തു വിട്ടത്. ഇതിപ്പോ എന്റെ തലയിലാ വന്നിരിക്കുന്നത്. എന്നാലും രേണുവിന്റെ ഒരു മറുപടി വീഡിയോ വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ ആ വീഡിയോ ആദ്യം കാണിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവ് ആസ്വദിക്കാനുള്ള സാധനമാണ്, നിങ്ങൾക്ക് അറിയാം. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷനകത്ത് ലൈവ് പോകുന്നതെന്നും അറിയാം അല്ലേ? അപ്പൊ നമ്മളൊക്കെ അതെടുത്ത് പുറത്തു വിടുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? എന്നിട്ട് നാക്കിട്ട് ഇവരിങ്ങനെ കാണിച്ചില്ലേ, അവര് പറയാം നാക്ക് മുറിഞ്ഞതിന്റെ പേരിലാണ്. ഉൾപ്പുണ്ടോ നിങ്ങൾക്ക്? അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ചുണ്ട് മുറിഞ്ഞ് എന്തിനാ നാക്കിട്ട് നക്കി നാട്ടുകാരെ കാണിക്കുന്നേ? അതാണ് അതാണ്ട ഇവ എത്ര കൃത്യമായിട്ട് കാണിക്കും. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട്. അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും അതിനകത്ത് വിവിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് അതായത് ഞാനത് പുറത്തു വിട്ടു. ഓക്കെ, ഞാനോ വേറെ ആരും അല്ല, ഇവരത് ന്യായീകരിക്കുന്നത് എന്തിനാ? ഇവര് ചെയ്യുന്നത് അപരാധമാണെന്ന് ഇവർക്ക് അറിയത്തില്ലേ? ഇതില്ല, ഈ സബ്സ്ക്രിപ്ഷൻ അല്ലാതിനുള്ള ഗട്സ് നിങ്ങൾക്കുണ്ടോ? അപ്പൊ സബ്സ്ക്രിപ്ഷന് പൈസ മേടിച്ചവനെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ ഇട്ടൊരു സാമാനം പുറത്തു പോയത് അവരുടെ പ്രശ്നം, അല്ലാതെ വേറൊന്നും അല്ല. ഞാൻ ആലോചിക്കുന്നൊന്നുമല്ല, ഇതൊന്നും തങ്കച്ചൻ കാണുന്നൊന്നും ഇല്ലേ? അല്ലെങ്കിൽ ഇവരുടെ മക്കളോ ഇവരുടെ ചേച്ചിയോ ഒന്നും കാണുന്നില്ല. കൂട്ടുകാരി കാണുന്നില്ലേ? അവരിവിടെ പോയി അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. അത് ശാരീരികം പറഞ്ഞിട്ടില്ലേ? എന്തിരുന്ന് ഒരു രീതിയിലും ഒരു ലൈംഗിക ചൊവ്വയോടെ കൂടിയിട്ട് പോലും ഒന്നുമല്ല ആ സ്ത്രീ ചെയ്യുന്നത്. ആ സ്ത്രീയുടെ ശരീരം കണ്ടില്ലേ? തപ്പി നോക്കണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് അവരൊക്കെ വന്നിരുന്നത് ന്യായീകരിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇതിനെന്തെങ്കിലും പറയാനുണ്ടോ? അത് കാണത്തില്ല. ഇനിയിപ്പോ അനക്കൊന്നും കാണത്തില്ല. നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ചുണ്ട് പൊട്ടാറുണ്ട്. ഞങ്ങൾ ആരും എങ്ങനെയൊന്നും കാണിക്കാറൊന്നുമില്ല. അത് കണ്ടിട്ട് എനിക്ക് ഛർദിക്കാനാ വന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നാക്കിട്ട് 2 കറക്കം. എന്നിട്ട് അതിന്റെ താഴെ കമന്റ് നാവിട്ട് ആ കളിക്കുന്ന കളി ഒന്ന് കളിച്ചേക്കാം. രേണുവിന്റെ നാക്ക് മുറിഞ്ഞിരുന്നോണ്ട് രേണു ചെയ്തു. കടിക്കല്ലേ കുട്ട എന്ന് പറഞ്ഞ എന്തായിരുന്നു? അതാരോടാ പറഞ്ഞേ? സംഭവം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാ മറ്റേ കുതിര കടിച്ചിട്ടുള്ള സലീം പറഞ്ഞൊരു സലീം പറഞ്ഞല്ലേ ഇത്? എടുത്ത് കുതിര എനിക്ക് അതേപോലെ കണ്ടപ്പോ തോന്നിയത്. അത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. അതിന് താഴെ ഒരു നല്ല കമന്റ് ഒരു ബട്ടനോട് തുറക്കാമോ? രേണു പാവം ചുണ്ട് പൊട്ടിയിരിക്കുന്നല്ലോ എന്ന് ആരെങ്കിലും കമന്റ് ഇട്ടോ? അതിന് അവര് പറഞ്ഞ എന്തോ, എടാ കടിക്കല്ലേടാ പൊട്ടിയിരിക്കുവാന്ന്. എന്നിട്ടാ വന്ന് പറഞ്ഞ എന്റെ ചുണ്ട് പൊട്ടിയത് ഞാൻ കാണിച്ചതാന്ന്. നിങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ആരെ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നേ? നാളെ മുതൽ ചുണ്ട് പൊട്ടിയിരിക്കുന്നവരെല്ലാം വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടോണ്ട് അതാ എല്ലാരും ആരുടെയൊക്കെ ആരും ലിബാമൊന്നും മേടിക്കണ്ട. ഇങ്ങനെ ലൈവായിട്ട് അങ്ങ് പോയിട്ട് ഇങ്ങനെ നാക്കിട്ട് 2 കറക്കിയാൽ. അപ്പൊ ഞാൻ അതാണ് ലൈവില് വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. ആ വീഡിയോ ഇവിടെ വെക്കാനായിട്ട് പറ്റാത്ത കൃത്യമായിട്ട് എണ്ണി കഴിഞ്ഞാ ശരിയും പറഞ്ഞുണ്ടല്ലോ. ഇവരുടെ ഒരു വിചാരമുണ്ട്, അതായത് ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ചാറ്റ് പൊക്കിയ സമയത്ത് പറഞ്ഞുണ്ടല്ലോ, അത് കോഫി കുടിക്കാനും ഡ്രൈവ് പോകാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് എസ്കോർട്ട് സർവീസ് എന്ന് വിളിക്കുന്നത് പല ആൾക്കാരും എന്നും പറഞ്ഞ്. രേണു അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആരെ ശരിക്കും പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി പെട്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞ് അതിന്റെ അവസാനം വെല്ലുവിളിക്കുന്നുണ്ട്, ഞാൻ ഇനി ലൈവ് വരണം. ഇനിയും വരണം. ഇനി വന്നു കഴിഞ്ഞാലേ ജനങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ
അത് വേണ്ട. അത് പറയാൻ വന്നേ. പക്ഷെ ഈ സംഭവം ഇവരിപ്പോ കാണിക്കുന്നത് ഇപ്പൊ പൊതുവെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം അണഞ്ഞു. അപ്പൊ ഇതിപ്പോ നമ്മളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് പൊക്കുമല്ലോ, ഇറങ്ങിപ്പോയി, ആളുകൾ പോയി. അപ്പം ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, എങ്ങനെങ്കിലും പഴയ ആൾക്കാരെ തിരിച്ചു പിടിക്കണം. ഇപ്പം ഹൻസികയുടെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഒരൊറ്റ വീഡിയോ കൊണ്ട് ഭയങ്കര കോൺട്രവേഴ്സി ആവുകയും ചെയ്ത് ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തു. പിന്നെ ലക്ഷങ്ങളല്ലേ വരുമാനം. അവിടെ വന്നപ്പോഴത്തേനും രേണുവിന്റെ മൊത്തം ഇറങ്ങിപ്പോയി. പോയവരെ എങ്ങനെയും സംതൃപ്തിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരണം. പോയവരെ അല്ല, ഉള്ളവരെ എങ്ങനെയെങ്കിലും പിടിച്ചു. അല്ല അന്ന് റാസൽ കൈമ അല്ല, മാസം 3 ലക്ഷം ഒരു മിനിറ്റ് ചുണ്ടിന്റെ കാര്യം ഒക്കെ പാവത്തിന്റെ ചുണ്ട് മുറിഞ്ഞോണ്ട് ഇങ്ങനെ കാണിച്ചതായിരിക്കും. കാലിനകത്തൊക്കെ എന്തിനാടേ ഈ ജെല്ലൊക്കെ ഇട്ടിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാൽമുട്ട് മുറിഞ്ഞിരിക്കോ, മനസ്സിലായില്ല. തൈലം എടുത്ത് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യം എന്താ? അതിനെന്തോ ഒന്നും പറയാനില്ലേ ഇവര്? പൊട്ടിയതിന് നാക്കിട്ട് കറക്കുന്നു, മുട്ട് വയ്യാത്തതിന് തൈല വിട്ട് കാല് തിരുമുന്നു. അതിന് വേറെ ഉണ്ട്, പിന്നെ ഉണ്ട്. ഇപ്പം കേട്ട് ഉടുപ്പ് താപ്പോട്ടൊക്കെ എടുത്ത് പരിപാടിയുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ പുക്കള് കാണിക്കുന്നത്, അത് കൃത്യമായിട്ട് എല്ലാരും കാണാൻ വേണ്ടിട്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, രേണുവിന് വേണ്ടി തയ്പ്പിച്ച ഒരു ഡ്രസ്സ് പോലെ എനിക്കത് ഫീൽ ചെയ്തത്. കാര്യം ഇത്ര ഇറുക്കി പിടിച്ച സാധനമൊക്കെ ഇവർ എങ്ങനെ തയ്പ്പിച്ചു കൊണ്ടുവരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അത് വിട്ട് കട്ടിലെ കിടന്ന് വട്ടത്തിൽ 360 ആംഗിളിൽ വരെ കിടക്കി. ഇവര് വിചാരിച്ചില്ല സത്യം പറഞ്ഞ ഈ സാധനം വെളിയിൽ പോകുന്നത്. അതിനകത്ത് വന്ന കമന്റ്സ് ആണ് മോനെ വിഷയം സാധനം. ഇതൊക്കെ സത്യം പറഞ്ഞ രേണുവിന്റെ ചുണ്ട് പൊട്ടി, ന്യായമായിട്ടുള്ള സാധനം. രേണു അങ്ങനെ കാണിച്ചു. ഈ കമന്റിന് എന്താ രേണു റെസ്പോണ്ട് ചെയ്തത്? പോടാ നാറി, എന്താ എന്നോട് ഇങ്ങനെ പറയാത്തോന്ന് രേണു എന്താ? അതെ, എടാ ഇവിടെ വന്ന് തോന്നിവാസം പറയരുത്, ഞാനിത് മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന സാധനമല്ല. എന്തുകൊണ്ടാ പറയാത്തത്? കമന്റ് വായിക്കുന്നുണ്ട്, വസീകരെ ഞാൻ പാടിയത് കേട്ടല്ലേ, അത് കമന്റിനകത്ത് പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ട് തന്നെ കേട്ടത്. അപ്പൊ ഈ കമന്റ് എല്ലാം രണിച്ചേച്ച് വായിച്ച് എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല? നിങ്ങൾ അശ്ലീലമായിട്ടുള്ള സാധനം ഒന്നും അല്ല ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ചുണ്ട് പൊട്ടിയിരിക്കും. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്? അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒന്നും പറയത്തില്ല. എടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ നിനക്ക് കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാനേജറെ കോണ്ടാക്ട് ചെയ്താൽ മതി. അങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. എവിടെയോ കിടന്നൊരു കരീഷ്മയെ കൂടെ പിടിച്ചിട്ട് കരീഷ്മ സത്യം പറഞ്ഞാൽ മാറി. നിറഞ്ഞാണ്. ചേച്ചിയെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വഴി പറഞ്ഞതാ എന്നും പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഇമാതിരി ഉടായ്പ പരിപാടികളുമായിട്ട് വന്നിട്ട് നാട്ടുകാരെ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കരുത്. കേട്ടല്ലോ, ഇത്രേ പറയാനുള്ളൂ. പിന്നെ എന്തായാലും കൈവിട്ട് പോയി, വീണ്ടും അതിന്റെ പുറത്ത് കിടന്ന് മെഴുകി വീഡിയോ ഇട്ടത് ആദ്യം ആരാണ്, രണ്ടാമത് ആരാണ്, അവരെന്തൊക്കെയാ പറയുന്നത് നോക്കാതെ നിങ്ങൾ ഇട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് വീഡിയോ ചെയ്ത ആൾക്കാരും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. കണ്ടവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ആർക്കും ഒരു നല്ല രീതിയിൽ നിങ്ങൾ അതും പിടിച്ചോണ്ട് വീഡിയോ ഒന്നും അല്ല. അതെ, നിങ്ങൾ അതും പിടിച്ചോണ്ട് എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ നാട്ടുകാർക്ക് മനസ്സിലല്ല, അത് കാണുന്ന ഓഫീസേഴ്സ്, ഇപ്പൊ കേസ് കൊടുക്കാൻ പോയെന്ന് വെച്ചോ, അത് കാണുന്ന ഓഫീസേഴ്സിന് മനസ്സിലാക്കും നിങ്ങൾ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. ബോധമുള്ളവർക്ക് അത് പിടികിട്ടും. ഇപ്പം തന്നെ ഇപ്പൊ ഇവിടെ കേസുമായിട്ട് വന്ന സമയത്ത് ഈ എക്സൈസ് ഓഫീസേഴ്സ് തിരിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്തുവരുന്ന്, അവര് വിലങ്ങും അവരുടെ കയ്യിൽ ഹാൻഡ് കഫ് ഇട്ടുകൊണ്ട് അവർ എക്സൈസ് ഓഫീസിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അല്ല ഒരു തമ്മിലില്ലാത്ത ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ ചെയ്ത ശരിയാണോ തെറ്റാന്ന്? അങ്ങനൊന്നും എൻ്റെ അറിവിൽ ആരും ചെയ്തിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, നിങ്ങൾ പുറത്തുവിട്ട ആൽബത്തിനകത്ത് നിങ്ങൾ എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്ലൈമറും കൊടുത്തിട്ടില്ല. അടി ഇപ്പം വന്നിരുന്ന ന്യായീകരിക്കുന്നത്. എന്നാലും വേറൊരു കശിയുണ്ട് ഇവിടുത്തെ കാക്കിക്കുള്ള കലാകാരൻ. ഈ തലയിട്ടോ കാണില്ല, എന്നെ കാണില്ല, കാണുന്നില്ല. ഞാൻ അത് ഇനി പയ്യ എന്താ സംഭവം? രേണു വിവിച്ച് വിളിച്ചു. ഈ ബാക്കി ഇരിക്കുന്ന ലൈവ് ഇപ്പൊ ഞാനാ വെളിയിൽ ഇറക്കിയത്. ഇവ ഒറ്റ തന്നെ പുറത്തുവിട്ട ഞാൻ എന്ത് ചെയ്താലും വിവി നെഞ്ചു പിരിച്ചു രേണു ഭയങ്കര തെറി. രേണു പറയാ മറ്റേ ഞാൻ ഇനി ഇടൂടാ ലൈവ്. പരമ നാറികളെ കണ്ട് ആസ്വദിച്ചില്ലേ നീയൊക്കെ? നിനക്ക് ഉളുപ്പുണ്ടോ? എടാ നാറികളെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇല്ല, ഇവിടുത്തെ അനുഭവം എങ്ങനെയുണ്ട്? ഇവിടുത്തെ അനുഭവം ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞോട്, ഡീറ്റെയിൽ ആയിട്ട് പറ. അനുഭവം എന്ന് പറയുന്നത് ചെന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കംപ്ലൈന്റ് എടുക്കാൻ ഇനിയും സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതായത് അല്ല, കംപ്ലൈന്റ് എടുക്കാൻ വകുപ്പില്ലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞ അങ്ങനെയല്ല. ലാസ്റ്റ് നമ്മള് രണ്ടാമത് ലിങ്ക് കൊടുത്തില്ലേ, അത് പറയണ്ട, അത് അന്നേരം അതിനകത്ത് എഴുതി ചേർക്കും.
അല്ല ആ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തു അവിടെ കണ്ടു. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് പുള്ളിയുടെ ചാനൽ വരുന്നുണ്ട്. അത് കണ്ടാ മതി. നിങ്ങൾ ദേവ് ഡീകോഡ്സ് എന്ന് പറയുന്ന ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ചീത്ത വിളി ഇദ്ദേഹത്തെ വിളിക്കണം കേട്ടോ. അതെ, ഒരു ഇതിൽ കോമഡി അറിയോ, ഞാൻ രേണുവിന്റെ പേരിൽ ഇവരുടെ മറ്റേ ഫോട്ടോ ഉപയോഗിച്ച് എക്സൈസ് ഓഫീസിനെ ഞാനിപ്പോ അത് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി പോലും. അതിപ്പോ എന്റെ അറിവിൽ ഇങ്ങനെ നമ്മളൊക്കെ അപരാധമേ തമ്മിലല്ലേ എഴുതത്തുള്ളൂ. ഈ മനുഷ്യ ഒരു വക എഴുതത്തില്ല. എത്രത്തോളം ഡീസൻസി കാണിക്കോ അതിന്റെ അങ്ങേറ്റത്തോളം കാണിക്കുന്ന ആളായത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അടുത്ത തമ്മില് എക്സൈസ് ഓഫീസ് അതിന്റെ ഫ്രണ്ട് ചെയ്തൊരു ഫോട്ടോ എടുത്തോ. അപ്പൊ കറക്റ്റ് ആവും. അല്ല അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ മറ്റേ എന്താ എക്സൈസ് ഓഫീസിൽ വിലങ്ങുമായിട്ടിരിക്കുന്നു. അത് ഞാൻ ആലോചിച്ചേ. ആകെ സമാധാനം എന്താണെന്നറിയോ, എല്ലാരെയും ഈ ദേവ് എല്ലാരോടും പറയും തമ്മിൽ ശരിയില്ല, തമ്മിൽ ശരിയില്ല, ദേവിന്റെ സമാധാനമല്ലേ, കിട്ടിയല്ലേ. ചെയ്യാതെ അതിന്റെ പേരില് അങ്ങനെ ചെയ്ത് അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു. RJ ലച്ചു വന്നിട്ട് അങ്ങനെ എഴുതി കൊടുത്തു പൊഴി. ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല. RJ ലച്ചോ ആരാന്ന് പോലും എനിക്ക് അറിയാൻ എനിക്കറിയില്ല. എന്നിട്ടാ ഇനി അതിന്റെയും കൂടെ കുറവേ ഉള്ളൂ. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ദൈവന്റെയൊക്കെ ചാനലിനകത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.